പോലീസിൻ്റെ കൺട്രോളായിട്ടുള്ള ശ്രീജിത്ത് നമ്മോടൊപ്പമുണ്ട്. കാര്യങ്ങൾ നിയന്ത്രണ അധീനമാണ്, അനിയന്ത്രിതമാണെന്നോ അല്ലെങ്കിൽ ആശങ്കാജനകമാണോ എന്നും പറയത്തക്ക സാഹചര്യമില്ല. ആകെ കൂടെ 1 ലക്ഷം ആളുകളാണല്ലോ നമുക്ക് സ്പോട്ട് ബുക്കിങ്ങിലൂടെയും മറ്റതുകളിലൂടെ വരുന്നത്. കുറച്ച് ഒരുപക്ഷെ ഇതൊന്നുമില്ലാത്തവരും കയറിയിട്ടുണ്ടാവണം. അത് നിയന്ത്രിക്കും. 20,000 സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിക്കുന്നതോടുകൂടി 70-ഉം 20-ഉം 90,000 ആളുകൾ പോട്ടെ, ഒരു 10 പേരും കൂടെ, അങ്ങനെ 1 ലക്ഷമായിട്ട് ശബരിമലയിലേക്കുള്ള ആളുകളുടെ എണ്ണം നിജപ്പെടുത്തും. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കണ്ട ഇന്ന് സാധാരണ കാണാത്ത ഒരു ക്രൗഡ് ഇവിടെ കണ്ടല്ലോ. അത് ബോധപൂർവം ഉണ്ടായതാണ്, അത് യാദൃച്ഛികമായി ഉണ്ടായതല്ല. അവിടെ മരക്കൂട്ടത്തിലെയും മറ്റും പ്രഷർ കുറയ്ക്കാൻ വേണ്ടി പോലീസ് അവരെ ബെയിലി പാലം വഴി കുറച്ച് പേരെ വിട്ടു. അവർ ക്യൂ വഴി വന്നവരല്ല, അവരിവിടെ കൂടെയൊക്കെ ചാടി വന്നവരാണ്. അവരവിടെ കിടന്ന് ആ ഒരു പ്രഷർ വരുന്നതിന് വരെ ബെയിലി പാലം വഴി വിട്ടു. കുറച്ച് പേര് ഇവിടെ വന്നു. ഈ വടക്കേ മുറ്റത്തുകൂടെ അവരെ ആദ്യം വിട്ടിരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആദ്യത്തെ വിഷ്വലിൽ ഭയങ്കരമായിട്ട് ആൾ നിറഞ്ഞു. ഇപ്പോൾ അങ്ങനെയല്ല, നമ്മൾ അറിഞ്ഞുകൊണ്ട് വിടുന്നതാണ്. ഇവിടെ ആൾ വരുന്നതനുസരിച്ചിട്ട് അവരെ 18-ാം പടി മറ്റവരോടൊപ്പം കയറ്റി തൊഴുത് വിടും. അതാണ് വിഷയം. പിന്നെ ഞാൻ വേറെന്ന് പറഞ്ഞിരിക്കുന്ന പമ്പയിലുള്ള വരവ് തന്നെ നിലയ്ക്കലിൽ കുറച്ച് നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പമ്പയിലേക്കുള്ള വരവ് കുറയും. അവിടുന്ന് കയറിക്കഴിഞ്ഞാൽ വലിയ ശല്യമില്ലാതെ അധികം നേരം നിർത്താതെ പോരാൻ സാധിക്കും. പിന്നെ 1 ലക്ഷം പേര് ഒരുമിച്ച് വന്നാൽ ശബരിമലയിൽ ഈ പ്രശ്നം വരും. അത് വരാതെ പമ്പയിലും നിലയ്ക്കലിലും കുറേശ്ശെ ക്രമീകരണം വരും. അത് തന്നെയാണ് ഇപ്പോൾ ആശയപരമായി പ്രത്യേകിച്ച് കൺഫ്യൂഷനൊന്നുമില്ല. എല്ലാ പോയിന്റിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഈ ഒരു കാര്യങ്ങൾ ശ്രീജിത്ത് പറഞ്ഞിരിക്കുന്നു. കാര്യങ്ങളിപ്പോൾ നിയന്ത്രണാധീനമാണ്. ഇപ്പോൾ തന്നെ എനിക്ക് ആശങ്ക മാറി. ഇപ്പോൾ കണ്ടപ്പോൾ കുറച്ച് പേരാകുമ്പോഴത്തേക്ക് തുറന്നു വിടുന്നു. ഇവിടെ പിന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നൊരു സ്പേസാണ്. എല്ലാവർക്കും 18-ാം പടി കയറുകയും ചെയ്യാം. നമ്മുടെ ഉദ്ദേശം എന്താണ്? ലോ ആൻഡ് ഓർഡർ എൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതല്ല. വരുന്ന ആളുകൾക്ക് എങ്ങനെയെങ്കിലും 18-ാം പടി ഒന്ന് കയറ്റി ഇറക്കുക എന്നുള്ളതാണ്. അതിനുള്ള ക്രമീകരണം തന്നെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കൈവിട്ടു പോയൊരവസ്ഥയൊന്നും ഇപ്പോൾ ഇല്ല എന്നുള്ളത് വളരെ ആത്മാർത്ഥമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും. സ്പോട്ട് ബുക്കിംഗ് 20,000 ഉള്ളൂ. ഇനി സ്പോട്ട് ബുക്കിംഗ് ഇല്ല. നാളെ തൊട്ട് 20,000 ഉള്ളൂ. 20,000 കടന്നുപോയാൽ അടുത്ത ദിവസമേ പിന്നെ വരാൻ സാധിക്കും. അതുകൊണ്ടാണ് നിലയ്ക്കലിലേക്ക് നമ്മൾ സ്പോട്ട് ബുക്കിംഗ് സബ്സ്റ്റാൻഷ്യലായിട്ട് മാറ്റുകയാണ്. സോ ദാറ്റ് അവർക്ക് അവിടെ നിൽക്കാം, പിറ്റേന്ന് വന്നാൽ മതി. പമ്പയിലുണ്ട് ഇപ്പോൾ ഉള്ള 3 കൗണ്ടറുണ്ട്. അത് പതുക്കെ കുറയ്ക്കും. ആരെങ്കിലും വിട്ട് വന്നാൽ ഇവിടെ വേണമല്ലോ, സൗകര്യം വേണമല്ലോ. അവിടെ മാത്രമല്ല കാനനപാത വഴി വരുന്നവർക്ക് പമ്പയിൽ ചിലപ്പോൾ വേണ്ടി വരും, സ്പോട്ട് ബുക്കിംഗ് വേണ്ടി വരും. 7 കൗണ്ടർ ഇന്ന് രാത്രി തൊട്ട് വരും. അതിൻ്റെ ബോർഡ് വയ്ക്കും 20,000 സ്പോട്ട് ബുക്കിംഗ് നിജപ്പെടുത്തുകയാണെന്നുള്ളത്. അതിനേക്കാൾ കുറച്ച പിന്നെ ആളേക്ക് നമ്മൾ നേരത്തെ 20 പറഞ്ഞു, അതിൽ നിർത്തും. അതാണ് സ്ഥിതി. അനന്തര 2 മണിക്കൂർ കൊണ്ട് സംഗതികൾ നോർമലാവും. ആളുകൾ വരും. വരുന്നവരെല്ലാം ഭംഗിയായിട്ട് തൊഴുത് പോകും. കേട്ടോ, ഒന്നും പേടിക്കാനില്ല. താങ്ക് യു.